കള്ളം പറയും. നിങ്ങളെല്ലാം കള്ളം പറയുന്ന കുറേ ആളായിട്ട് മാറുകയാണ്. യാതൊരു വസ്തുതയില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായിട്ട് മാറുകയാണ്. പക്ഷെ അതിൻ്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കുക വെച്ചാൽ ഈ മാധ്യമങ്ങൾ തന്നെ വിശ്വാസത്തെ ചോർന്നു പോകുമല്ലേ ചെയ്യുക. വെറും കള പറഞ്ഞ് പ്രചരണം നടത്തിയായിരിക്കും. ഇനി വെറുതെ ഇങ്ങനെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ കണ്ട് ആ പദം മാറ്റിക്കണം. പാർട്ടി എന്തോ പ്രതിരോധത്തിലായി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അത് മാറ്റിക്കണം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണിത്. മാധ്യമപ്രവർത്തകർ മുഖത്ത് നോക്കിയാണ് ഇക്കാര്യം പറയുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് ഈ കള്ളത്തരം തുടർച്ചയായിട്ട് പറഞ്ഞ് വിശ്വാസ്യത പോകുന്നത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ആയിരിക്കും. നിങ്ങളുടെ വിശ്വാസ്യതയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രൂക്ഷമായിട്ടായിരുന്നു മാധ്യമപ്രവർത്തകരോട് MV ഗോവിന്ദൻ മാഷ് പ്രതികരിച്ചത്. ഗോവിന്ദൻ മാഷിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിൻ്റെ മേലെ കയറാൻ പോകുന്നതെന്നും മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കി പറയാൻ ഉണ്ടാക്കിയത് മാധ്യമം തന്നെയാണ് ഉണ്ടാക്കിയത്. EP ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്നുവെങ്കിൽ അതിന് ജയരാജൻ ആയാലും ഞാനായാലും ആരായാലും അവരുടെ കൃത്യമായിട്ടുള്ള കരാറും വ്യവസ്ഥയും ഉണ്ടാവേണ്ടതുണ്ട്. അതില്ലാത്തിടത്തോളം കാലം സ്വാഭാവികമായിട്ടും ഇത് വ്യാജമായി രൂപപ്പെടുത്തിയ ഒന്നാണ് എന്ന് വ്യക്തല്ലേ. അല്ല, അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. അത് അങ്ങനെയുള്ളൊരു പുസ്തകം ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ജയരാജൻ തന്നെയാണ് പറയുന്നത്. ഇല്ല, സൂചനകൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യണ്ട. അത് സംബന്ധിച്ചെല്ലാം ഉള്ള അന്വേഷണം നടത്തി പൂർത്തിയാവട്ടെ, അന്നേരം നോക്കാം. പാർട്ടി അന്വേഷിക്കുന്നില്ല. പാർട്ടിക്ക് എന്തിനെ ഞാനത് ഇന്നലെ പറഞ്ഞു, മിനിഞ്ഞാന്നേ പറഞ്ഞു പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമൊന്നും അതില്ല. എന്തിൻ്റെ കാര്യത്തിൽ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെല്ലാം നടക്കുന്ന മുഴുവൻ കാര്യം എപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? ഉണ്ടോ? നിങ്ങൾ എഴുതുകയല്ലേ ചെയ്യുന്നത് സാധാരണ, ആരെങ്കിലും പറഞ്ഞിട്ട് എഴുതുകയല്ലല്ലോ. എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്ന്? അയാൾ അറിയാതെ അയാളുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇതെല്ലാം ഇതെല്ലാം കളവാണെന്നും ഞാൻ ഒരു പ്രസാധക സംവിധാനവുമായിട്ട് ഒപ്പുവെച്ച് കരാറുണ്ടാക്കിയിട്ടില്ല എന്നും ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല ഇതിൽ നിന്നും ഞാനിപ്പോൾ കഥ അല്ലെങ്കിൽ എൻ്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിശദീകരണത്തിനാണ് ചോദിക്കേണ്ടത്? അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളതെല്ലാം പരിശോധിക്കണം. ഇതെല്ലാം നേരത്തെ ചോദിച്ചു, അത്ര കൊല്ലായി ചോദിക്കാൻ തുടങ്ങി. പാർട്ടിക്ക് ഒരു പ്രതിരോധമില്ല. ഇതെല്ലാം പാർട്ടി നേരിട്ട് കൊണ്ടല്ലേ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു പ്രതിരോധത്തിനെയും പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പദം പറഞ്ഞ് പാർട്ടി എല്ലാ കാലത്തും പ്രതിരോധത്തിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എല്ലാ സന്ദർഭത്തിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ പ്രതിരോധം. ഞങ്ങൾക്ക് ഒരു പ്രതിരോധമില്ല കേട്ടോ. ഇനി വെറുതെ ഇങ്ങനെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ കണ്ട് ആ പദം മാറ്റിക്കണം. പാർട്ടി എന്തോ പ്രതിരോധത്തിലായി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അത് മാറ്റിക്കണം. പിന്നെ എങ്ങനെയാണെന്നാ പറയുന്നത്? ഏത് നിയമം അത്? യാദൃശ്ചികതക്ക് അപ്പുറത്തുള്ളൊരു ഏത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ നിയമമാണുള്ളത്? പിന്നെ ഗൂഢാലോചന തന്നെയല്ലേ ഇത് വളരെ വ്യക്തമല്ലേ. ഇതെല്ലാം ഇമാതിരിയുള്ള എഴുതി എന്ന് പ്രചരിപ്പിക്കുന്നത്, അത് ഇലക്ഷന്റെ ഭാഗമായിട്ട് ആ തീയതി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒക്കെ തന്നെ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് വ്യക്തമല്ലേ. അതല്ലേ ജയരാജൻ തന്നെ പറഞ്ഞത്. ആ ഗൂഢാലോചന അതൊക്കെ അന്വേഷിക്കാനല്ലേ ഇവിടെ പറഞ്ഞത്. പോലീസും അന്വേഷിക്കും, നിയമപരമായിട്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. പോരെ? നിങ്ങൾക്ക് വലിയ സംശയം ഉണ്ടാവും. അതൊന്നും ഞാൻ തീർക്കാൻ പോകുന്നില്ല. ശരി, പരമാവധി ചോദിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ ഇത്രയും ഇരുന്നത്. അത് ഏതോ ഒരു പത്രം പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദൻ മാഷെ ശക്തിയായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു തരത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും വാർത്തയായി കൊടുക്കുക എന്നുള്ള ഒരു ശീലമായിരിക്കുകയാണ്. അത് ഈ പത്രലോകത്തെ, പത്രം മാത്രമല്ല,
ഈ പറയുന്ന മാധ്യമ ശൃംഖലയെ തന്നെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്നതാണ്. കള്ളം പറയും. നിങ്ങളെല്ലാം കള്ളം പറയുന്ന കുറേ ആളായിട്ട് മാറുകയാണ്. യാതൊരു വസ്തുതയില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായിട്ട് മാറുകയാണ്. അങ്ങനെ മാറാൻ പാടില്ലല്ലോ. ചില ജാഗ്രതയായിട്ട് ഇത് ഭരണകൂടത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഭാഗമല്ലേ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കുക, കള്ളം പറയുക, കള്ളത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ പറ്റിയെല്ലാം ഉള്ള മതിപ്പല്ലേ പോവുക. രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള മതിപ്പ് ഓർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കുക വെച്ചാൽ ഈ മാധ്യമങ്ങൾ തന്നെ വിശ്വാസത്തെ ചോർന്നു പോവുകയല്ലേ ചെയ്യുക. വെറും കള പറഞ്ഞ് പ്രചരണം നടത്തിയാൽ